Hi, welcome to Lash Class. BA English Introduction to the World of Literature ബിഫോർ യു കെയിം എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഈ പോയത്തിന്റെ അനാലിസിസിന്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. ഇവിടെ നമ്മൾ ഈ ചാപ്റ്ററിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ്, എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കിതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. Describe how the speaker understands the state of things before the arrival of the beloved. ഇനി പോയത്തിനകത്ത് സ്പീക്കർ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടയാൾ വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ലോകത്തെ എങ്ങനെയാണ് നോക്കിക്കണ്ടിരുന്നതാണ് ചോദിക്കുന്നത്. Before the arrival of the beloved, the speaker perceives life as mundane and devoid of any significant emotional depth. ഇനി ഈ പ്രിയപ്പെട്ടയാൾ വരുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിന്റെ ലൈഫ് മുണ്ടെയിൻ ആയിട്ട്, അതായത് വളരെ വിരസമായിട്ടും ഇമോഷണൽ ഡെപ്ത് ഇല്ലാതെയും ഒരു വൈകാരിക തലം ഇല്ലാതെയുമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തെ അദ്ദേഹം നോക്കിക്കണ്ടിരുന്നത്. ദ വേൾഡ് സീംഡ് ഓർഡിനറി, എല്ലാം വളരെ സാധാരണമായിരുന്നു. ലാക്കിംഗ് എനി പ്രൊഫൗണ്ട് സെൻസ് ഓഫ് പാഷൻ ഓർ എക്സൈറ്റ്മെന്റ്, ഒരു പാഷനോ എക്സൈറ്റ്മെന്റോ ഇല്ലാത്ത വളരെ ഓർഡിനറി ആയ വിരസമായിട്ടൊരു ജീവിതമാണ് പ്രിയപ്പെട്ടയാൾ വരുന്നതിന് മുമ്പ് എന്നാണ് സ്പീക്കർ പറയുന്നത്. വാട്ട് ഇമോഷൻസ് ആർ അസോസിയേറ്റഡ് വിത്ത് കളർ ഗ്രേ ഇൻ ദ പോയം. ഇനി പോയത്തിനകത്ത് ഗ്രേ കളറുമായിട്ട് അസോസിയേറ്റ് ചെയ്യിക്കുന്ന ഇമോഷൻസ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇൻ ദ പോയം ദ കളർ ഗ്രേ സിംബലൈസസ് ഇമോഷൻസ് സച്ച് ആസ് സോറോ, എംപ്റ്റിനെസ് ആൻഡ് ലോങ്ങിങ്. ഇദ്ദേഹത്തിന്റെ ദുഃഖം, അതുപോലെ തന്നെ ശൂന്യത, പ്രിയപ്പെട്ടയാൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടങ്ങിയിട്ടുള്ള ഫീലിങ്സ് ആണ് ഗ്രേ കളറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇറ്റ് റിഫ്ലക്ട്സ് സ്പീക്കേഴ്സ് ഇമോഷണൽ ഡിസൊല്യൂഷൻ ഡ്യൂറിംഗ് ദി ആബ്സെൻസ് ഓഫ് ദ ബിലവ്ഡ്. ഇദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടയാളുടെ ആബ്സെൻസിനകത്ത് ഇദ്ദേഹത്തിന് അനുഭവപ്പെടുന്ന ഈ ഒരു ശൂന്യതയും അതുപോലെ ദുഃഖവും എല്ലാമാണ് ഈ ഗ്രേ കളർ കൊണ്ട് സിംബലൈസ് ചെയ്തിരിക്കുന്നത്. എക്സ്പ്ലെയിൻ ദ മെറ്റഫർ ഓഫ് ദ സ്കൈ ബീയിങ് എ ഷർട്ട് വെറ്റ് വിത്ത് ടീയേഴ്സ്. ഇനി ആകാശം കണ്ണുനീരിൽ കുതിർന്ന ഒരു ഷർട്ട് പോലെയാണ് എന്ന മെറ്റഫർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുന്നു. ദ മെറ്റഫർ ഓഫ് ദ സ്കൈ ബീയിങ് എ ഷർട്ട് വെറ്റ് വിത്ത് ടീയേഴ്സ് കൺവേസ് ദ സ്പീക്കേഴ്സ് ഓവർവെൽമിംഗ് സാഡ്നെസ്. ഇദ്ദേഹത്തിന്റെ തീവ്രമായിട്ടുള്ള ദുഃഖമാണ് ഈ ഒരു മെറ്റഫറിലൂടെ അദ്ദേഹം കൺവേ ചെയ്യുന്നത്. ഇറ്റ് അലൂഡ്സ് ടു ദി സ്പീക്കേഴ്സ് ടീയേഴ്സ് ഇൻ ദി ആബ്സെൻസ് ഓഫ് ദി ബിലവ്ഡ്. ഈ പ്രിയപ്പെട്ട ആളുടെ അസാന്നിധ്യത്തിൽ ഇദ്ദേഹത്തിന് ഉണ്ടാവുന്ന കണ്ണുനീരിനോടുള്ളൊരു അലൂഷനാണ്, അതിനോടൊരു ഉപമയാണ് ഈ സ്കൈയുടെ മെറ്റഫറിലൂടെ അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അതായത് ഈ പ്രിയപ്പെട്ടയാളുടെ ആബ്സെൻസിനകത്ത് അദ്ദേഹത്തിന്റെ ഷർട്ട് ഇതുപോലെ കണ്ണുനീര് കൊണ്ട് കുതിർന്നു പോകുന്ന സാഹചര്യത്തെ ഈ ഒരു മെറ്റഫറിലൂടെ അദ്ദേഹം സൂചിപ്പിക്കുന്നു. ഇനി ഇതിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. പാരഗ്രാഫ് എസ്സേ ക്വസ്റ്റ്യൻസ് അതിലെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആയിട്ടാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പോയിന്റ്സ് ആയിട്ടാകുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുണ്ടായിരിക്കും. കൂടാതെ ഈ പോയിന്റ്സ് എലാബറേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കിത് ആൻസർ ചെയ്യാവുന്നതാണ്. ആദ്യത്തെ ചോദ്യം, ഡിസ്കസ് എ ചേഞ്ച് ഇൻ ദ സ്പീക്കേഴ്സ് പെർസെപ്ഷൻ ഓഫ് ദ സ്കൈ, ദ റോഡ് ആൻഡ് വൈൻ ആഫ്റ്റർ ദി അറൈവൽ ഓഫ് ദ ബിലവ്ഡ്. ഇനി ഈ പ്രിയപ്പെട്ടയാളുടെ അറൈവലിന് ശേഷം ഇദ്ദേഹത്തിന് സ്കൈ, റോഡ്, വൈൻ എന്നിവയുടെ വീക്ഷണത്തിലുണ്ടായിട്ടുള്ള മാറ്റമാണ് ചോദിക്കുന്നത്. Before the arrival of the beloved, the sky, road and wine were ordinary and unremarkable. ഇനി ഈ പ്രിയപ്പെട്ട ആൾ വരുന്നതിന് മുമ്പ് സ്കൈ, റോഡ്, വൈൻ എന്നതെല്ലാം ഓർഡിനറി ആയിരുന്നു, അല്ലെങ്കിൽ വളരെ സാധാരണമായിട്ടാണ് ഇദ്ദേഹത്തിന് തോന്നിയിരുന്നത്. The sky was the dead end of the sight, the road was just a road and wine was merely wine. Everything was normal എന്നാണ് പറയുന്നത്. സ്കൈ എന്ന് പറയുന്നത് നമ്മുടെ കാഴ്ചയുടെ അവസാനം, കാഴ്ചയെത്തുന്ന അറ്റമാണ്. അതുപോലെ റോഡ് എന്ന് പറയുന്നത് വെറും ഒരു റോഡാണ്, വൈൻ എന്ന് പറയുന്നത് വെറും ഒരു വൈനാണ്. എവറിത്തിങ് വാസ് നോർമൽ എന്നാണ് ബിഫോർ ദി അറൈവലിന്റെ സമയത്ത് അദ്ദേഹം പറയുന്നത്. ആഫ്റ്റർ ദ ബിലവ്ഡ്സ് അറൈവൽ ദീസ് എലിമെന്റ്സ് ഗെയിൻ ദി ഇമോഷണൽ സിഗ്നിഫിക്കൻസ്. ഇനി ഈ ബിലവ്ഡിന്റെ അറൈവലിന് ശേഷം ഈ കാര്യങ്ങൾക്കെല്ലാം ഇമോഷണൽ സിഗ്നിഫിക്കൻസ്, വൈകാരികമായിട്ടുള്ള പ്രാധാന്യം വന്നു എന്ന് അദ്ദേഹം പറയുന്നു. ദ സ്കൈ ബിക്കെയിം എ ഷർട്ട് വെറ്റ് വിത്ത് ടീയേഴ്സ്. സ്കൈ കണ്ണുനീരിൽ കുതിർന്ന ഒരു ഷർട്ട് പോലെ ആയിരിക്കുന്നു. സിംബലൈസിങ് സോറോ ആൻഡ് ഇമോഷണൽ ടർമോയിൽ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ദുഃഖമാണ് അവിടെ അതുകൊണ്ട് സിംബലൈസ് ചെയ്യുന്നത്. ദ റോഡ് ട്രാൻസ്ഫോംഡ് ഇൻ ടു എ ഫ്രജൈൽ വെയിൻ അബൌട്ട് ടു ബ്രേക്ക്. റോഡാണെങ്കിൽ പൊട്ടിത്തകരാറായിരിക്കുന്ന ഒരു വലിഞ്ഞു മുറുകിയ രക്തധമനി പോലെയായി മാറിയിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. സിംബലൈസിങ് ഇമോഷണൽ ഫ്രിജിലിറ്റി. അവിടെയും അദ്ദേഹത്തിന്റെ വൈകാരികത തന്നെയാണ്. അതായത് രക്തധമനികൾ ഇങ്ങനെ പൊട്ടാറാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അനുഭവിക്കുന്ന ഒരു സ്ട്രെസ്സിന്റെ ഒരു സിംബലായിട്ടാണ് അതവിടെ പറയുന്നത്. ദ ഗ്ലാസ് ഓഫ് വൈൻ ബിക്കെയിം എ മിറർ ഓഫ് ദ സ്പീക്കേഴ്സ് അൺസ്റ്റേബിൾ ഇമോഷണൽ വേൾഡ്.
ഇനി ഈ ഗ്ലാസ് ഓഫ് വൈൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഇമോഷണൽ വേൾഡ്, വൈകാരിക ലോകത്തിന്റെ, അദ്ദേഹത്തിന്റെ ഇമോഷൻസിനകത്ത് ഉണ്ടാവുന്ന മാറ്റം അദ്ദേഹത്തിന് വെളിവാക്കി കൊടുക്കുന്ന ഒരു മിററായിട്ട് മാറി എന്നാണ് അദ്ദേഹം പറയുന്നത്. ദീസ് ചേഞ്ചസ് റിഫ്ലക്ട് ഹൗ ലവ് ആൾട്ടേഴ്സ് സ്പീക്കേഴ്സ് പെർസെപ്ഷൻ ഓഫ് ദി എക്സ്റ്റേണൽ വേൾഡ്. അപ്പോൾ ഈ ചേഞ്ചസ് എല്ലാം അവിടെ കാണിക്കുന്നത് ഈ ബിലൗഡിന്റെ അറൈവലിന് ശേഷം ഈ പ്രണയത്തോട് കൂടിയിട്ട് അദ്ദേഹം ലോകത്തെ നോക്കി കാണുന്ന ആ ഒരു വീക്ഷണത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റമാണ് അവിടെ പറയുന്നത്. അടുത്ത ചോദ്യം, ഇവാലുവേറ്റ് ദ കളർ സിംബോളിസം ഇൻ ദ പോയം ബിഫോർ യു കെയിം. ഇനി പോയതിനകത്തെ കളർ സിംബോളിസത്തെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. കളർ സിംബോളിസം പ്ലേസ് എ ക്രിട്ടിക്കൽ റോൾ ഇൻ കൺവേയിങ് ദി ഇമോഷണൽ ഡെപ്ത് ഓഫ് ഫൈസസ് ബിഫോർ യു കെയിം. ഈ പോയത്തിനകത്തുള്ള ഇമോഷണൽ ഡെപ്ത്, വൈകാരികതയുടെ ആഴം വെളിപ്പെടുത്തുന്നതിൽ കളർ സിംബോളിസം വലിയൊരു പങ്കാണ് വഹിക്കുന്നത്. The colors in the poem reflect the speaker's fluctuating emotional states in relation to the beloved's presence and absence. ഈ കളേഴ്സ് എല്ലാം അവിടെ സൂചിപ്പിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ബിലൗഡിന്റെ പ്രസൻസും ആബ്സെൻസും അനുസരിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഇമോഷണൽ സ്റ്റേറ്റിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ്. അതായത് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ആളുടെ സാന്നിധ്യത്തിലും അസാന്നിധ്യത്തിലും അദ്ദേഹത്തിന് ഉണ്ടാവുന്ന വൈകാരികതയിലെ മാറ്റങ്ങളാണ് ഈ കളേഴ്സിലൂടെ സിംബലൈസ് ചെയ്യുന്നത്. ഗ്രേ represents a dullness and emotional void, symbolizing absence and sorrow. ഇനി ഗ്രേ കളറിലൂടെ ഈ പ്രിയപ്പെട്ട ആളുടെ ആബ്സെൻസിൽ ഉണ്ടാവുന്ന ദുഃഖവും ശൂന്യതയുമാണ് സിംബലൈസ് ചെയ്യുന്നത്. ഗോൾഡ് സിംബലൈസസ് വാംത്ത്, ജോയ് ആൻഡ് ഇമോഷണൽ ഫുൾഫിൽമെന്റ് ഇൻ ദ ബിലോഡ്സ് പ്രസൻസ്. ഇനി ഗോൾഡ് കളറാണെങ്കിൽ ഈ പ്രിയപ്പെട്ടയാളുടെ പ്രസൻസിൽ അല്ലെങ്കിൽ സാന്നിധ്യത്തിൽ ഉണ്ടാവുന്ന ആ ജോയ്ഫുൾ ആയിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള ഇമോഷൻസ് ആണ് സിംബലൈസ് ചെയ്യുന്നത്. റെഡ് റിഫ്ലെക്ട്സ് പാഷൻ ആൻഡ് ലവ്. ഇനി റെഡ് കളറാണെങ്കിൽ പ്രണയത്തിന്റെയും പാഷന്റെയും സിംബൽ ആയിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ബ്ലാക്ക് കൺവേസ് ഇമോഷണൽ ഡെവസ്റ്റേഷൻ ആൻഡ് എംപ്റ്റിനെസ്. ഇനി ബ്ലാക്ക് കളറിലാണെങ്കിൽ ഇമോഷണൽ ഡെവസ്റ്റേഷൻ, വൈകാരികമായിട്ട് തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയും അതുപോലെ തന്നെ ഒരു ശൂന്യതയുമാണ് സിംബലൈസ് ചെയ്യുന്നത്. അസോസിയേറ്റഡ് വിത്ത് ദ കോൾ ഓഫ് ഡെഡ് ഫയേഴ്സ്. ഇവിടെ കത്തിത്തീർന്ന കൽക്കരികളുടെ നിറം എന്നുള്ള രീതിയിലാണ് ഈ ബ്ലാക്ക് കളറിനെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു വൈകാരികമായിട്ട് തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് അവിടെ സിംബലൈസ് ചെയ്യുന്നത്. കളർ സിംബോളിസം എൻഹാൻസസ് ആൻഡ് ഹൈലൈറ്റ്സ് സ്പീക്കേഴ്സ് ഇന്റൻസ് ഫീലിങ്സ്. ഈ കളർ സിംബോളിസത്തിലൂടെ ഈ സ്പീക്കറിന്റെ ഫീലിങ്സ് എല്ലാം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ പോയത്തിൽ സാധിക്കുന്നുണ്ട്. അടുത്ത ചോദ്യം, ഡിസ്കസ് ദി സിംബോളിക് സിഗ്നിഫിക്കൻസ് ഓഫ് റോഡ് ഇൻ ദ പോയം. ഇനി പോയതിനകത്ത് റോഡ് ഒരു ഇമേജ് ആയിട്ടും മെറ്റഫർ ആയിട്ടും ഉപയോഗിച്ചിരുന്നു. അതിന്റെ സിഗ്നിഫിക്കൻസ് ആണ് ചോദിക്കുന്നത്. ഇൻ ബിഫോർ യു കെയിം ദ റോഡ് സെർവ്സ് ആസ് എ സിംബൽ ഓഫ് ബോത്ത് ദ സ്പീക്കേഴ്സ് ഇമോഷണൽ ജേർണി ആൻഡ് ദെയർ ഫ്രിജിലിറ്റി. ഈ പോയതിനകത്ത് റോഡ് ഒന്ന് അദ്ദേഹത്തിന്റെ ഈ ഒരു ഇമോഷണൽ ജേർണി, പ്രിയപ്പെട്ടയാൾ വരുന്നതിന് മുമ്പും വരുന്നതിന് ശേഷവും ഉണ്ടായിട്ടുള്ള അദ്ദേഹത്തിന്റെ വൈകാരിക മാറ്റം, അത്തരം ഒരു ഇമോഷണൽ ജേർണിയുടെ ഒരു സിംബൽ ആയിട്ട് റോഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ദെയർ ഫ്രിജിലിറ്റി, അവരുടെ ഈ ഒരു വൈകാരികമായിട്ടുള്ള ദുർബലമായിട്ടുള്ള അവസ്ഥ, പ്രത്യേകിച്ചും ഈ പ്രിയപ്പെട്ടയാളുടെ അസാന്നിധ്യത്തിൽ ഉണ്ടാവുന്ന ആ ഒരു അവസ്ഥയുടെ കൂടി സിംബലായിട്ട് റോഡ് ഉപയോഗിക്കുന്നുണ്ട്. ഇനീഷ്യലി ദ റോഡ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ആൻ ഓർഡിനറി പാത്ത് വിത്തൗട്ട് സ്പെഷ്യൽ മീനിങ്. തുടക്കത്തിൽ ഈ പ്രിയപ്പെട്ടയാളുടെ അറൈവലിന് മുമ്പ് റോഡ് വളരെ സാധാരണമായിട്ടുള്ള പ്രത്യേകിച്ച് വേറെ അർത്ഥങ്ങളൊന്നും ഇല്ലാത്തൊരു ഇമേജ് ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആഫ്റ്റർ ദ ബിലോവ്ഡ്സ് അറൈവൽ ഇറ്റ് ട്രാൻസ്ഫോംസ് ഇൻ ടു എ വെയിൻ എബൌട്ട് ടു ബ്രേക്ക്. ഇനി പ്രിയപ്പെട്ടയാളുടെ വരവിന് ശേഷം ഒരു വെയിൻ എബൌട്ട് ടു ബ്രേക്ക്, പൊട്ടാറായിരിക്കുന്ന രക്തധമനിയോടാണ് റോഡിനെ കമ്പയർ ചെയ്യുന്നത്. സിംബലൈസിങ് ഇമോഷണൽ ടെൻഷൻ ആൻഡ് വൾണറബിലിറ്റി. അദ്ദേഹത്തിന്റെ വൈകാരികമായിട്ടുള്ള ഒരു ദൗർബല്യവും അതുപോലെ തന്നെ ടെൻഷനും, നമ്മൾ നേരത്തെ പറഞ്ഞു ആ ഒരു സമ്മർദ്ദത്തിനെയാണ് ഈ രക്തധമനികളൊക്കെ വലിഞ്ഞു മുറുക്കുന്ന ഇമേജ് കൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു സിംബലായിട്ട് റോഡ് മാറുന്നു. ദ റോഡ് റെപ്രസെന്റ്സ് ദി ഇമോഷണൽ ജേർണി ആൻഡ് ഫ്രിജിലിറ്റി ഓഫ് ലവ്, എംഫസൈസിങ് ദ സ്പീക്കേഴ്സ് സെൻസിറ്റിവിറ്റി. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു സെൻസിറ്റിവിറ്റി, ഈ പ്രിയപ്പെട്ടയാളുടെ അസാന്നിധ്യത്തിൽ ഉണ്ടാവുന്ന അദ്ദേഹത്തിന്റെ ഈ ഒരു ദുഃഖം തുടങ്ങിയ കാര്യങ്ങളിലേക്ക് ഒരു സിംബലായിട്ട്, ഇദ്ദേഹത്തിന്റെ ഇമോഷണൽ ജേർണിയുടെ കൂടി സിംബലായിട്ട്, ഈ ബിഫോർ ദി അറൈവൽ ഓഫ് ബിലൗഡും ആഫ്റ്റർ ദി അറൈവൽ ഓഫ് ബിലൗഡുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഇമോഷണൽ ജേർണിയുടെ ഒരു സിംബലായിട്ട് കൂടിയാണ് റോഡ് നമ്മൾ ഈ പോയത്തിൽ കാണുന്നത്. അടുത്ത ചോദ്യം, അനലൈസ് ദ പോയറ്റിക് ഡിവൈസസ് യൂസ്ഡ് വിത്ത് എക്സാമ്പിൾസ്. ഈ പോയത്തിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന പോയറ്റിക് ഡിവൈസസ് എക്സാമ്പിൾസ് സഹിതം അനലൈസ് ചെയ്യാനാണ് പറയുന്നത്. ഫൈസ് അഹമ്മദ് ഫൈസ് എംപ്ലോയ്സ് വേരിയസ് പോയറ്റിക് ഡിവൈസസ് ഇൻ ബിഫോർ യു കെയിം ടു എൻഹാൻസ് ദി ഇമോഷണൽ റെസൊണൻസ് ഓഫ് ദ പോയം. ഈ പോയത്തിനകത്തുള്ള സ്പീക്കറുടെ ആ ഒരു വൈകാരിക തലം അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വിവിധങ്ങളായിട്ടുള്ള പോയറ്റിക് ഡിവൈസസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇമേജറി. ദി ഇമേജറി ഓഫ് ദ സ്കൈ, റോഡ് ആൻഡ് വൈൻ ഇല്ലുസ്ട്രേറ്റ്സ് ദി ഓർഡിനറി ലൈഫ് ബിഫോർ ദ ബിലോവ്ഡ്സ് അറൈവൽ.
ആദ്യം നമ്മൾ കാണുന്നത് ഇമേജറിയാണ്. റോഡ്, വൈൻ, അതുപോലെ സ്കൈ എന്നിവയുടെ ഇമേജസ് ഈ പ്രിയപ്പെട്ടയാളുടെ അറൈവലിന് മുമ്പ് ഇദ്ദേഹത്തിന്റെ ലൈഫ് ഓർഡിനറി ആയിരുന്നതിന്റെ ഇമേജസ് ആയിട്ട് നമ്മൾ കാണുന്നു. അടുത്തത് മെറ്റഫർ ആണ്. ദ സ്കൈ, റോഡ് ആൻഡ് വൈൻ ബിക്കെയിം മെറ്റഫേഴ്സ് ഫോർ ദ ചേഞ്ചസ് ആഫ്റ്റർ ദ ബിലോവ്ഡ്സ് അറൈവൽ. ഇനി ഇതേ ഇമേജസ് തന്നെ മെറ്റഫേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സ്കൈ എന്നത് ഷർട്ട് വെറ്റ് വിത്ത് ടീയേഴ്സ്, കണ്ണുനീരിൽ കുതിർന്നിട്ടുള്ള ഷർട്ട് എന്ന മെറ്റഫർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. റോഡ് എന്നുള്ളത് വെയിൻ എബൌട്ട് ടു ബ്രേക്ക്, പൊട്ടാറായിരിക്കുന്ന രക്തധമനിയോടാണ് റോഡിനെ കമ്പയർ ചെയ്യുന്നത്. ഇനി വൈൻ ഗ്ലാസിനെ ആണെങ്കിൽ ഒരു മിററിനോട് കമ്പയർ ചെയ്തിട്ടുള്ള മെറ്റഫർ അവിടെ ഉപയോഗിക്കുന്നു. ഈ മെറ്റഫേഴ്സിലൂടെയെല്ലാം ഈ ബിലൗഡിന്റെ അറൈവലിന് ശേഷം ഉണ്ടായിട്ടുള്ള ചേഞ്ചസ് ആണ് അവിടെ കാണുന്നത്. റിപ്പീറ്റീഷൻ. Repeated mention of the sky, road and wine emphasizes the transformation in meaning after the beloved's arrival. മറ്റൊന്ന് ഒരു റിപ്പീറ്റീഷൻ ആണ്. ഈ സ്കൈ, റോഡ്, വൈൻ എന്നുള്ളത് പോയതിനകത്ത് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം ഇമേജസ് ആയിട്ടും പിന്നീട് മെറ്റഫേഴ്സ് ആയിട്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു റിപ്പീറ്റേഷനിലൂടെ ഈ ഡയറക്റ്റ് ഇമേജസ് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നതിലൂടെ ഈ ചേഞ്ച് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നു. അടുത്തത് സിംബോളിസം ആണ്. കളർ സിംബോളിസം ആണ് ഈ പോയത്തിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്രേ, ഗോൾഡ് ആൻഡ് റെഡ് റെപ്രസെന്റ് ഡിഫറെന്റ് ഇമോഷണൽ സ്റ്റേറ്റ്സ് ഓഫ് ദ സ്പീക്കർ. ഈ സ്പീക്കറുടെ പ്രിയപ്പെട്ട ആളുടെ പ്രസൻസും ആബ്സെൻസും ഇദ്ദേഹത്തിന് നൽകുന്ന ഒരു ഇമോഷണൽ സ്റ്റേറ്റ് ഡിഫറെന്റ് കളേഴ്സിലൂടെയാണ് ഈ പോയത്തിനകത്ത് സിംബലൈസ് ചെയ്തിട്ടായി നമ്മൾ കാണുന്നത്. ടുഗദർ ദീസ് ഡിവൈസസ് കോൺട്രിബ്യൂട്ട് ടു ദ റിച്ച് ഇമോഷണൽ ടെക്സ്ചർ ഓഫ് ദ പോയം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സ്പീക്കറുടെ ആ ഒരു ഇമോഷണൽ സ്റ്റേറ്റ് ഇതുപോലെ എംഫസൈസ് ചെയ്ത് എക്സ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ പോയറ്റിക് ഡിവൈസസ് കൊണ്ടെല്ലാം സാധിക്കുന്നു. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, വൈ ഡസ് എ സ്പീക്കർ വാണ്ട് ഹിസ് ലവർ ടു സ്റ്റേ? വാട്ട് വുഡ് ബി ദി ഇമ്പാക്ട് ഓഫ് ഡിപ്പാർച്ചർ? ഇനി പോയതിന്റെ അവസാന ഭാഗത്ത് ഈ പ്രിയപ്പെട്ട ആളോട് അദ്ദേഹത്തിന്റെ കൂടെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്? ഇനി ഇയാൾ പോവുകയാണെങ്കിൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുക? The speaker wants the lover to stay because their presence provides emotional depth and order to his life. ഇവിടെ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിനകത്തൊരു ഇമോഷണൽ ഡെപ്ത്, വൈകാരികമായിട്ടുള്ള ഒരു ആഴം എല്ലാം ഉണ്ടായിട്ടുള്ളത് ഈ പ്രിയപ്പെട്ട ആളുടെ വരവോട് കൂടിയിട്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു കാര്യം ഈ പ്രസൻസ് കൊണ്ട് ലഭിക്കുന്നതുകൊണ്ടാണ് അദ്ദേഹം ഈ പ്രിയപ്പെട്ട ആളോട് അദ്ദേഹത്തിന്റെ കൂടെ തന്നെ സ്റ്റേ ചെയ്യാൻ വേണ്ടി പറയുന്നത്. The arrival of the beloved has transformed the speaker's perception of the world. Previously, ordinary elements like sky, road and wine now hold emotional significance. അപ്പോൾ പ്രിയപ്പെട്ട ആളുടെ ഈ വരവോട് കൂടിയിട്ട് ഇദ്ദേഹത്തിന്റെ ഈ ലോക വീക്ഷണം തന്നെ മാറിയിട്ടുണ്ട്. തുടക്കത്തിൽ ഇദ്ദേഹത്തിന് വളരെ ഓർഡിനറി ആയിരുന്ന സ്കൈ, റോഡ്, വൈൻ എന്നിവയെല്ലാം പിന്നീട് ഇമോഷണൽ സിഗ്നിഫിക്കൻസ്, വൈകാരിക പ്രാധാന്യമുള്ള കാര്യങ്ങളായിട്ട് മാറിയത് നമ്മൾ പോയതിനകത്ത് കാണുന്നുണ്ട്. The beloved has brought color to the speaker's life. The red of flowers and the yellow of autumn are now felt more deeply. ഇനി ഇദ്ദേഹത്തിന്റെ ജീവിതത്തിന് നിറങ്ങൾ കൊണ്ടുവരാൻ കൂടി ഈ ബിലൗഡിന് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് പൂക്കളുടെ ഈ ചുവന്ന നിറവും അതുപോലെ തന്നെ ഓട്ടം, ഈ ഇല പൊഴിയുന്നതിന്റെ ഈ മഞ്ഞ നിറവും എല്ലാം ഇപ്പൊ അദ്ദേഹത്തിന് കൂടുതൽ ഇമോഷണൽ ഡെപ്തോട് കൂടിയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്ന്. The beloved's departure would revert the speaker's life to an emotionally barren state. ഇനി പ്രിയപ്പെട്ടയാള് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതം വീണ്ടും ഈ വൈകാരികമായിട്ടുള്ള ഡെപ്ത് ഇല്ലാത്ത ഒരു ശൂന്യമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകും എന്നാണ് അദ്ദേഹം പറയുന്നത്. The speaker longs for the beloved to stay to maintain an emotionally rich and vivid life. അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ആ ഒരു ഇമോഷണലി റിച്ച് ആയിട്ടുള്ള ഒരു ലൈഫ് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ബിലൗഡിനോട് സ്റ്റേ ചെയ്യാൻ പറയുന്നത്. ആബ്സെൻസ് വുഡ് ലീഡ് ടു ഇമോഷണൽ ഡെസൊലേഷൻ അക്കിൻ ടു റിട്ടേണിംഗ് ടു എ കളർലെസ് സ്റ്റേറ്റ്. അപ്പോൾ ഈ പ്രിയപ്പെട്ടയാളുടെ അസാന്നിധ്യത്തിൽ വീണ്ടും ഇയാൾ ഈ നിറങ്ങളില്ലാത്ത, ഈ വൈകാരികത ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ടാണ് അദ്ദേഹം പ്രിയപ്പെട്ട ആളോട് സ്റ്റേ ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ബിഫോർ യു കെയിം ആസ് എ ലവ് പോയം. ഈ കവിതയെ ഒരു പ്രണയ കവിതയായിട്ട് വിലയിരുത്താനാണ് പറയുന്നത്. ഫൈസ് അഹമ്മദ് ഫൈസസ് ബിഫോർ യു കെയിം ക്യാൻ ബി സീൻ ആസ് എ ഡീപ്ലി ഇമോഷണൽ ലവ് പോയം. ഈ കവിതയെ നമുക്ക് വളരെ വൈകാരികമായിട്ടുള്ള ഒരു പ്രണയ കവിതയായിട്ട് വിലയിരുത്താൻ സാധിക്കും. ക്യാപ്ചറിങ് ദ ട്രാൻസ്ഫോർമേറ്റീവ് പവർ ഓഫ് ലവ്, പ്രത്യേകിച്ചും ഈ ട്രാൻസ്ഫോർമേറ്റീവ് പവർ ഓഫ് ലവ്, ആളുകളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന പ്രണയത്തിന്റെ ശക്തിയെ കുറിച്ചിട്ടാണ് ഈ പോയത്തിനകത്ത് പറയുന്നത്. The poem illustrates how love alters perception and the emotional landscape, with ordinary things gaining emotional significance. ഈ കവിതയിലൂടെ നമ്മൾ കാണുന്നു ഈ സ്പീക്കറുടെ
പെർസെപ്ഷൻ എങ്ങനെയാണ് പ്രണയത്തിനാൽ മാറ്റപ്പെടുന്നതെന്ന്. തുടക്കത്തിൽ വളരെ ഓർഡിനറി ആയിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾക്കെല്ലാം ഈ ബിലൗഡിന്റെ അറിവലോട് കൂടിയിട്ട് ഇമോഷണൽ സിഗ്നിഫിക്കൻസ് ലഭിക്കുന്നത് നമ്മൾ ഈ പോയത്തിനകത്ത് കാണുന്നുണ്ട്. ഇറ്റ് കോൺട്രാസ്റ്റ് ദ ബിലൗഡ്സ് പ്രസൻസ് ആൻഡ് ആബ്സെൻസ് ത്രൂ കളർ സിംബോളിസം. ഇനി കളർ സിംബോളിസത്തിലൂടെ പ്രിയപ്പെട്ടയാളുടെ ഒരു സാന്നിധ്യത്തെയും അസാന്നിധ്യത്തെയും കമ്പയർ ചെയ്തുകൊണ്ട് അദ്ദേഹം എഴുതുന്നുണ്ട്. അപ്പോൾ നമ്മളിത് എസ് എ ക്വസ്റ്റ്യൻ ആയത് കാരണം കൊണ്ട് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ടി വരും. നമ്മൾ നേരത്തെ പാരഗ്രാഫ് ക്വസ്റ്റ്യനിൽ ആൻസർ ചെയ്തിട്ടുള്ളതാണ് കളർ സിംബോളിസത്തെ കുറിച്ചിട്ട്. അപ്പോൾ അത് തന്നെ നമുക്ക് ഈ എസ് എക്കകത്ത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഒരു തവണ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും പറയാത്തത്. അതുപോലെ തന്നെ ആ സ്കൈ റോഡ് വൈൻ എന്നുള്ള കാര്യം കളർ സിംബോളിസും നമ്മൾ പാരഗ്രാഫിൽ പറഞ്ഞത് നമുക്ക് ഈ എസ് എക്കകത്ത് ഇവിടെ ഉപയോഗിക്കാൻ സാധിക്കും. ദിസ് കോൺട്രാസ്റ്റ് ഈസ് കോമൺ തീം ഇൻ ലവ് പോയട്രി. അപ്പൊ ഇത്തരത്തില് പ്രിയപ്പെട്ട ആളുടെ സാന്നിധ്യത്തെയും അസാന്നിധ്യത്തെയും ഇങ്ങനെ കമ്പയർ ചെയ്ത് എഴുതുന്നത് പ്രണയ കവിതകളിൽ ഒരു കോമൺ തീമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ദ പോയം എക്സ്പ്ലോർസ് ദ വൾണറബിലിറ്റി ദാറ്റ് കംസ് വിത്ത് ഇന്റൻസ് ലവ്. ഇനി പ്രണയത്തിന്റെ ആ ഒരു സന്തോഷത്തെ കുറിച്ച് മാത്രമല്ല, അതിന്റെ കൂടെ വരുന്ന ഈ ഒരു വൈകാരികമായിട്ടുള്ള ദൗർബല്യത്തെ കുറിച്ച് കൂടി ഈ പോയത്തിനകത്ത് അഡ്രസ് ചെയ്യുന്നുണ്ട്. വിത്ത് ദ ഫിയർ ഓഫ് ലൂസിംഗ് ബീങ് എ റിക്കറിംഗ് തീം ഇൻ ലവ് പോയട്രി. അപ്പോൾ ഈ പ്രിയപ്പെട്ടയാള് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയവും ഈ പ്രണയ കവിതകളിലെ ഒരു ആവർത്തിച്ചു വരുന്ന തീമുകളായിട്ട് നമുക്ക് കാണാൻ കഴിയാവുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ നമുക്ക് ബിഫോർ യു കെയിം ഒരു ലവ് പോയട്രി ആണെന്ന് പറയാം. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എസ് എ ആണ്, നമുക്ക് കുറച്ചുകൂടി എഴുതേണ്ടി വരും. നമ്മൾ ആ സ്കൈ, അതുപോലെ തന്നെ റോഡ്, വൈന് എന്നിവയുടെ ഒരു സിംബോളിസത്തെ കുറിച്ചിട്ടും മെറ്റഫേഴ്സിനെ കുറിച്ചിട്ടും അതുപോലെ കളർ സിംബോളിസത്തെ കുറിച്ചിട്ടും പാരഗ്രാഫ്സിൽ നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ട്. അത് തന്നെ ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്താൽ മതി. അത് ആവർത്തിച്ച് പറയേണ്ടതെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ പോയിന്റ്സിനകത്ത് ഉൾപ്പെടുത്താറുന്നത്. അപ്പൊ അതുകൂടി നിങ്ങൾ ഇതിന്റെ കൂട്ടത്തിൽ ചേർത്ത് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ എസ് എ ആൻസർ ചെയ്യാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.